കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിധി എഴുതി ഈ സ്ട്രെച്ചറിൽ കിടക്കുന്ന ആൾ ഓൾറെഡി മരിച്ചു. എന്റെ വീട്ടിൽ കട്ടിലേൽ വെള്ളം വിരിച്ചതാ. എന്റെ വീട്ടിൽ എന്റെ ബോഡി വെക്കുവാൻ പന്തലിട്ടു. എന്റെ 3 പെങ്ങന്മാരും എന്റെ പ്രിയ സഹോദരനും കൂടെ ഞങ്ങളുടെ അടുത്ത് റോഡിൽ വന്ന് എന്റെ ബോഡി എപ്പോൾ വരും, സഹോദരന്റെ ബോഡി എപ്പോൾ വരുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മൾ ക്ഷണം സ്വീകരിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എൻ.ജെ. എബ്രഹാമാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇവർക്ക് അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എൻ.ജെ. എബ്രഹാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവിന്റെ ദാസനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ പത്തനംതിട്ട ജില്ല ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേര് എൻ.ജെ. എബ്രഹാം എന്നാണ്. എന്നോടൊപ്പം എന്റെ പ്രിയ വൈഫ്, എന്റെ മകൻ വിനീത്, എന്റെ മകൾ വൈൻ എബ്രഹാം, അവരുടെ കുടുംബം, 2 കൊച്ചുമക്കളുണ്ട്. എന്റെ സൺലോയുടെ പേര് ടിനോയാൻ എന്നാണ്. എനിക്ക് മാതാവുണ്ട്. 98 വയസ്സുള്ള എന്റെ മാതാവ് എന്നോടൊപ്പം ആയിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ് ദൈവദാസനെ. അരോമ ടിവിക്കും ശ്രമിക്കുന്ന ശ്രോതാക്കൾക്കും പ്രത്യേക ഇത് ചുമല് കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവറുകൾ കുടുംബം എല്ലാവർക്കും ക്രിസ്തുവേശിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. എനിക്ക് ക്രിസ്തീയ മാതാപിതാക്കളാൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. നല്ല ചിട്ടയോടും കൂടിയാണ് മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. ഞങ്ങള് 5 മക്കളാണ്. 3 പെൺമക്കളും 2 ആൺമക്കളുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ മാതാവ് എന്നോടൊപ്പം ആയിരിക്കുന്നു. 98 വയസ്സുണ്ട് എന്റെ മാതാവിന്. അതാണ് എന്റെ കുടുംബപരമായി മാതാപിതാക്കള് നല്ല ചിട്ടയിൽ തന്നെ ആത്മീയ കാഴ്ചപ്പാട് കൊണ്ടുകൂടി എന്നെ ഞങ്ങളെ ഓരോരുത്തരെയും 5 മക്കളെയും വളർത്തിയത്. ഞാൻ വിവാഹിതൻ. എനിക്ക് എന്റെ വൈഫിന്റെ പേര് വത്സമ്മ എബ്രഹാം എന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. മോളുടെ പേര് വൈൻ എബ്രഹാം, മോന്റെ പേര് വിനീത് എബ്രഹാം. മോളെ വിവാഹം ചെയ്തു. അവരിപ്പോൾ വിദേശത്തായിരിക്കുന്നു കുടുംബമായി. എന്റെ മകൻ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് നടത്തുന്നു. അങ്ങനെ ആയിരിക്കുന്നു കുഞ്ഞുങ്ങള്. ബാല്യകാലം മുതൽ
മാതാപിതാക്കളുടെ ശിക്ഷണത്തിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും വളർന്നത്. ആ പിതാവിന്റെ മാതാവിന്റെ ചിട്ടയിൽ തന്നെ വളർന്ന് മുന്നോട്ട് വരികയായിരിക്കുമ്പോഴും എൻ്റെ മാതാവ് നല്ല ഒരു പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. വേറെ ഒരു രീതിക്ക് ഞങ്ങളെ വിടുകയോ വേറെ ഒരു രീതിക്ക് ഞങ്ങൾ വളർത്തുകയോ ഒന്നുമില്ല. അനസറിനെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളായിരുന്നു. എനിക്കെന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പലയിടത്തും ഞാൻ ജോലിക്ക് പോയി. SSLC പഠനം കഴിഞ്ഞ് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതിന്റെ പേരിൽ പലയിടത്തും ജോലിക്ക് പോയി. അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത്, യേശുവിനെ അറിയുവാൻ ഒരു വഴിത്തിരിവായത്, വലിയൊരു അപകടം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 1972 ഡിസംബർ മാസം 10-ാം തീയതി ഞായറാഴ്ച, അന്ന് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഇവാഞ്ചലിക്കൽ സഭയിൽ ആദ്യ ഫലത്തിന് എൻ്റെ പിതാവ് നാളികേരം ഇടുവാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് പറഞ്ഞു. ഞങ്ങള് ആരാധനയ്ക്ക് പോയി വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ തെങ്ങേക്കേറിയിൽ തേങ്ങ ഇടുവാൻ കയറി. ഒരു തേങ്ങ പൊട്ടി. ആ പൊട്ടിയതെടുക്കാൻ ഞാൻ ഓടി ചെന്നതാണ്. പക്ഷെ അടുത്ത തേങ്ങയും കൂടെ ഇട്ടു. ഞാനോ എൻ്റെ ജ്യേഷ്ഠനോ എൻ്റെ മാതാപിതാക്കളോ ഒന്നും ഇത് കണ്ടില്ല. പക്ഷേ താഴെ വീഴുന്നതിന് മുമ്പ് ഈ തേങ്ങ എൻ്റെ തലയിലാണ് വീണത്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ ആ സംഭവത്തിൽ ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. പെട്ടെന്ന് വീട്ടിലെ മാതാവും പിതാവും നാട്ടുകാരും എല്ലാവരും ഓടി വന്ന് എന്നെ ഞങ്ങളുടെ അടുത്തുള്ള നദിയിൽ കൊണ്ട് ജീവൻ വീഴാൻ വേണ്ടി വലിച്ചു. വെള്ളത്തില് മുക്കി. പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ചെങ്ങന്നൂരിൽ പൂപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ആ സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞ് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ആൾ ഓൾറെഡി ഡെത്തായി, അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പേ ദൈവാസനം ഞാൻ ഒരു വചനം വായിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിനു സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. ജയത്തോടെ അല്ല, ജയോത്സവമായി നടത്തുന്ന എൻ്റെ ദൈവത്തിന് ഈ പകൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകേണ്ടതിന് ഈ പകലും എന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്ന എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിധി എഴുതി ഈ സ്ട്രെച്ചറിൽ കിടക്കുന്ന ആൾ ഓൾറെഡി മരിച്ചു. എൻ്റെ വീട്ടിൽ കട്ടിലേൽ വെള്ള വിരിച്ചതാ. എൻ്റെ വീട്ടിൽ എൻ്റെ ബോഡി വെക്കുവാൻ പന്തലിട്ടു. എൻ്റെ 3 പെങ്ങന്മാരും എൻ്റെ പ്രിയ സഹോദരനും കൂടെ ഞങ്ങളുടെ അടുത്ത്
റോഡിൽ വന്ന് എന്റെ ബോഡി എപ്പോൾ വരും, സഹോദരന്റെ ബോഡി എപ്പോൾ വരുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരോട് പറഞ്ഞു, ഞങ്ങളുടെ ദേശക്കാര് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾക്ക് എന്ത് ഇത്ര സീരിയസ് ആയ ഒരു കാര്യം ഒരു കേസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല? അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഓൾറെഡി പുള്ളി ഡെത്തായി, ഇനി നോക്കണ്ട, അല്ല നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പണം തരാം, ആളെ വേണമെങ്കിൽ നാളെ തരാമെന്ന് ഞങ്ങളുടെ റിലേഷനിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി 6-7 മണിക്കൂറത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്റെ മാതാവും പിതാവും എന്റെ സഹോദരനും തിയേറ്ററിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഇറങ്ങി വന്ന് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, ഇനിയും നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 1-ാം വാർഡിൽ 10ാമത്തെ ബെഡിൽ എന്നെ കൊണ്ട് കിടത്തി. എന്റെ വീട്ടിൽ എന്റെ ബോഡി വെക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുക്കി വീട്ടിൽ പന്തലിട്ടു. എന്റെ സഹോദരങ്ങള് റോഡിൽ എന്റെ ബോഡി കാത്തു നിൽക്കുകയാണ്. അന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയ മാതാവ് എന്റെ തലക്കടയിൽ മുട്ടുമടക്കി, ആ കട്ടിലയിൽ ഇരുന്നുകൊണ്ട് മുട്ടുമടക്കിയിട്ട്, ഭർത്താവേ, ഇവനെ എനിക്ക് ജീവനോടെ തരുന്നുവെങ്കിൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വിടാം. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവം എന്റെ മാതാവിന്റെ ആ തീരുമാനത്തില് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. എപ്പോൾ മരിച്ച ലാസർ കല്ലറയിൽ അടയ്ക്കപ്പെട്ടു, 4ാമത്തെ ദിവസം എന്റെ യേശു കല്ലറവാതിക്കൽ വന്ന് അവന് ജീവൻ കൊടുത്തതുപോലെ സകല ഡോക്ടർമാരും കൈവിട്ടപ്പോൾ 4ാമത്തെ ദിവസം എന്റെ കിടക്കയുടെ അരികിൽ ഇറങ്ങി വന്ന് എന്റെ ദൈവം എനിക്ക് ജീവൻ തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവൻ എനിക്ക് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഓടി വന്നു. ഡോക്ടർമാർക്ക് അന്നേരം ആ ഒരു സത്യം മനസ്സിലായി, എന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയത്. എന്റെ റൈറ്റ് സൈഡ് പാരലൈസ് ആയി പോയി. ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു പ്രയോജനവുമില്ല, ഇനി ഇവൻ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വലിയ ഖേദകരമാകും, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. വീണ്ടും എന്റെ മാതാവ്, എന്റെ ദേശം, എന്റെ സഹോദരങ്ങള് ദൈവത്തിന്റെ മുഖത്തേക്ക് നോട്ടം മാറ്റിയില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ ഒന്ന് വിളിച്ചു പറയട്ടെ, കർത്തുദാസനെ, അരോമ TV പ്രേക്ഷകരെ, എന്റെ മാതാവും പിതാവും സഹോദരങ്ങളും ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ 19ാമത്തെ ദിവസം എന്റെ അടുത്ത് അടൂർക്കാരൻ ഒരു ബേബി ഒരു സഹോദരൻ എന്റെ അടുത്ത ബെഡിലുണ്ടായിരുന്നു. 10ാമത്തെ വാർഡിൽ 2ാമത്തെ ബെഡില്. ഞാൻ ആദ്യം ചോദിക്കുന്നത്, നിന്റെ പേരെന്താണെന്ന്. എനിക്കന്ന് ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ ഒക്കത്തില്ല, കൊത്തയാ സംസാരിക്കുന്നത്. ഡോക്ടറുടെ അടുത്ത് ഓടി എന്റെ പ്രിയ മാതാവ്, മകൻ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഓടി ഡോക്ടർ വന്നു. ഡോക്ടർ എന്നോട് പല കാര്യവും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള മറുപടി പറയാൻ തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെതുക്കെ എഴുന്നേറ്റേണ്ട ദൈവദാസനെ, പുനരുത്ഥാനത്തിന്റെ ശക്തി എന്റെ കല്ലറയ്ക്കകത്ത് വന്ന്, ഹല്ലേലൂയ, ലാസറിനെ ഉയർപ്പിച്ചതുപോലെ എന്റെ കിടക്കയുടെ അരികിൽ ഇറങ്ങി വന്ന് എനിക്ക് ജീവൻ തന്ന് എന്റെ ചലനമറ്റ് കിടന്ന് എന്റെ ശരീരത്തെ ചലിപ്പിക്കുന്ന എന്റെ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ആ 10ാം വാർഡിൽ 1ാമത്തെ ബെഡിൽ ഇറങ്ങി വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു എന്നുള്ള കാര്യം ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നത്.
എല്ലാവരും കൈവിട്ടു. എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം, ഇവനിൽ നടക്കത്തില്ല, ഇവൻ ജീവിക്കത്തില്ല. എനിക്ക് വേണ്ടി എന്റെ വീടിന്റെ തിണ്ണയ്ക്ക് കട്ടിലിൽ വെള്ളം വിരിച്ചു, കട്ടിലിൽ എന്റെ ബോഡി വെക്കുവാൻ വീട്ടിൽ പന്തലിട്ടതാ. പക്ഷേ എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ ദൈവം എന്റെ ജീവൻ എനിക്ക് മടക്കി തന്നു. 20 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഒരു മുടന്തനായി ആ വീട്ടിൽ വന്നത്. എല്ലാരും പറഞ്ഞു ഇവന് മുടന്തനായി, സംസാരിക്കുവാൻ വിക്കുണ്ട്. പക്ഷേ എന്റെ നാവിന്മേൽ എന്റെ യേശുവിന്റെ കരം തൊട്ടപ്പോൾ എന്റെ നാവ് ചലിക്കുന്ന നാവായി തീർന്നു. എന്റെ ശരീരത്തിന്മേൽ എന്റെ യേശുവിന്റെ കരം തൊട്ടപ്പോൾ ജീവിക്കുന്ന ചലിക്കുന്ന ശരീരമുള്ളവനായി ഞാൻ എഴുന്നേറ്റ് തെക്കോട്ടും വടക്കോട്ടും ഓടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഞാൻ അന്ന് കൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയിലെ ബിഷപ്പിനെ ഞാൻ പറഞ്ഞു, തിരുമേനി എനിക്ക് ജോലിക്ക് പോകണം. അങ്ങനെ 1984 ആഗസ്റ്റ് മാസം 11-ാം തീയതി ഞാൻ കേരളം വിട്ടു ഗുജറാത്തിലേക്ക്. പാലൻപൂർ എന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു. 14 മാസം അവിടെ ജോലി ചെയ്തു. വീട്ടിൽ തിരിച്ചു വന്നു. അങ്ങനെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. ഒരിടത്തും എനിക്ക് ഗ്രിപ്പ് കിട്ടിയില്ല. പലപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല? അങ്ങനെ ഞാൻ പൂനായി ജോലി ചെയ്യുമ്പോൾ 1987 എന്റെ വിവാഹം നടക്കുവാൻ സഹായിച്ചു സ്വർഗത്തിലെ ദൈവം. ഞാന് എന്റെ ചലനമറ്റ കിടക്കുന്ന സമയത്ത് എന്റെ ദൈവത്തോട് ഒരു തീരുമാനമെടുത്തു. കർത്താവേ, ഞാൻ ഒരു വിവാഹിതനാകുകയാണെങ്കിൽ അംഗഹീനമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്യത്തുള്ളൂ. അങ്ങനെ സ്വർഗത്തിലെ ദൈവം അതുപോലെ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹാൻഡിക്യാപ്റ്റഡായ ഒരു പെൺകുട്ടിയെ സ്വർഗം എനിക്ക് തന്നു. ഇന്നയോളം സ്വർഗം എന്നെ നടത്തി. ആ ദൈവത്തിന് ഈ സന്ധ്യാവേളയിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ മുന്നമേ കണ്ടു, എന്നെ മുന്നമേ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. 1989 ഞാൻ കുവൈറ്റിലേക്ക് കടന്നു പോകുന്നു. 1980 ഏപ്രിൽ മാസം 17-ാം തീയതി ഞാന് എന്റെ യേശുവിനെ മരുഭൂമിയിൽ വെച്ച് സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. അവൻ എന്റെ കർത്താവാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം, പെന്തക്കോസ് എന്ന സഭയിൽ, പെന്തക്കോസ് എന്ന കൂട്ടായ്മയിൽ ഞാൻ പോകത്തില്ലെന്ന് വാശി പിടിച്ചു. 87 ഞാൻ രക്ഷിക്കപ്പെട്ടു. IGM എന്ന ഇന്ത്യൻ ഗോസ്പൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രെയർ ഗ്രൂപ്പിനോടുകൂടി ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നത് മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ 90-ൽ ഞാൻ ലീവിന് വന്ന് മടങ്ങി വീണ്ടും ഞാൻ കുവൈറ്റിൽ ചെന്നു. കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടെ ഇൻവേഷൻ 1990 ആഗസ്റ്റ് മാസം 19-ാം തീയതി ഇൻവേഷനായി ഞാൻ അവിടുന്ന് നാട്ടിൽ കടന്നു വന്നു. 30-ാം തീയതി ഞാൻ നാട്ടിൽ കടന്നു വന്നു. പെന്തക്കോസ് എന്ന ആ പ്രസ്ഥാനത്ത് ഞാൻ പോകത്തില്ല എന്ന് വാശി പിടിച്ചു. 91-ൽ ഞാൻ മടങ്ങി വന്നു. കുവൈറ്റിൽ കമ്പനി എന്നെ വിളിച്ചു മടങ്ങി വന്നു. 91 ഡിസംബർ മാസം ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ഫിലിമിൽ കാണുന്നത് പോലെ സ്വർഗീയ ദർശനം എന്നെ കാണിച്ചു.
എന്നോട് ആദ്യം സ്വർഗം പറഞ്ഞത്, മകനെ, നീ എനിക്കുള്ളവനാ, നീ എന്റെ വേല ചെയ്യണം. ഞാൻ കർത്താവിനോട്, കർത്താവേ, അത് എങ്ങനെ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഫിലിമിൽ കാണുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം എന്നെ കാണിച്ചു. നീ ഇന്നിടത്ത് പോയി വേല ചെയ്യണം. നീ എനിക്കുള്ളവനാ. ഞാൻ നിനക്ക് ജീവൻ തന്ന് ഞാൻ നിന്നെ വിടുവിച്ച് നിന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് ലോകത്തിന്റെ ജോലി ചെയ്യുവാനല്ല, മറിച്ച് എനിക്ക് സൗരഭ്യവാസന രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകെ തീരണമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ കേട്ടു. എനിക്കൊരു ഡയറി എഴുതുമായിരുന്നു. ആ ഡയറിക്കകത്ത് ഞാൻ കുറിച്ചിട്ട് രാത്രിയില് പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് ഈ ദർശനത്തെ പറ്റി ഞാൻ വീണ്ടും ആലോചിച്ചു. അങ്ങനെ ഇഷ്ടംപോലെ ഓവർ ടൈമും പൈസയും കുവൈറ്റ് ദിനാർ നല്ല മൂല്യമൊക്കെ ഉള്ള സമയത്ത് ഇനി ഞാൻ ദൈവവേലയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. 1992 ജാനുവരി മാസം 18-ാം തീയതി എനിക്കൊരു ആൺകുഞ്ഞിനെ എന്റെ ദൈവം എനിക്ക് തന്നു. 1992 അവൻ 1 വയസ്സ് തികയുന്നതിന് മുമ്പ് ഞാൻ എന്റെ ദൈവം അനുസരണക്കേട് കാണിച്ചു. എന്റെ പൈതലിനെ സ്വർഗം തൊട്ടു. ഒരു ചിക്കൻ ബോക്സ് വന്നു, ഫിക്സ് വന്നു, അവന് ബ്രെയിനെ ബാധിച്ചു. അബ്നോർമൽ ആയി തീർന്നു. അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. അവൻ ഭയങ്കര വയലന്റ് ആവുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതെന്താ, ഇതെങ്ങനെയാ? ദൈവം എന്നോട് പറഞ്ഞു, നീ എന്റെ പാദപീഠത്തിൽ വരാതെ ഞാൻ നിനക്കൊരു ഉയർച്ച തരികയില്ല എന്ന് എന്റെ ദൈവം എന്നോട് വീണ്ടും അരുളപ്പാട് ചെയ്തു. അങ്ങനെ 97 ഏപ്രിൽ മാസം കുവൈറ്റിൽ വെച്ച് എന്റെ യേശുവിനോട് കൂടെ മരിക്കുകയും വീണ്ടും ജനിക്കുകയും ചെയ്തെന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകം പറയുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നാനമേറ്റു 97. അങ്ങനെ ഞാന് അഹമ്മദി IPC സഭയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഞാൻ ലീവിന് വന്നു. ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ നാട്ടിൽ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച് തുടർന്നതെല്ലാം നഷ്ടത്തിലേക്ക് തിരികെയായിരുന്നു. എന്റെ പല ബിസിനസ്സും നഷ്ടത്തിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, 2004 കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ എന്നെ കുവൈറ്റിൽ വരണമെന്ന്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. കുവൈറ്റിൽ 2004 പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ലീവിന് തിരിച്ചു വന്നത് വീണ്ടും ഞാൻ ലീവ് കഴിഞ്ഞു പോകാനുള്ള സമയത്ത് എന്റെ ഒരു കൂട്ടുകാരൻ എന്നോടൊപ്പം പഠിച്ച് ഞങ്ങളുടെ അയൽവാസി എന്നോട് പറഞ്ഞു, ഷാർജെ വാ, നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാമെന്ന്. ഞാൻ കുവൈറ്റിലെ ജോലി റിസൈൻ ചെയ്യാതെ നല്ല പേയ്മെന്റിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കോളിങ് ഞാൻ സ്വീകരിച്ച് ഷാർജയിലേക്ക് പോയി. പക്ഷെ ഷാർജയിലേക്ക് പോയത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം മോശയെ തിരഞ്ഞെടുത്തു, പക്ഷേ അവനെ ആടിനെ മേയ്ക്കുവാൻ ദൈവം നിയോഗിച്ചു. എന്തിനാണെന്നറിയാം, അവൻ പൊന്നുപോലൊന്ന് പുറത്തു വരേണ്ടതില്ല. എന്നെ ഷാർജയ്ക്ക് വിട്ടത് ഒന്ന് പൊന്നുപോലെ പുറത്തു വരേണ്ടതാണ്. അങ്ങനെ ഞാന് ഷാർജ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 ദിവസം ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ മുറിയിൽ കഴിഞ്ഞു. വേറെ ആരുമില്ല, ഞാൻ തനിയെ. പത്മോസില് യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായി പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം യോഹന്നാൻ അപ്പോസ്തലനോട് ഇടപെട്ടതുപോലെ എന്റെ ദൈവം ആ ദിവസങ്ങളിൽ എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, നീ എന്റെ പാദപീഠത്തിൽ വരാ,
നിനക്ക് ഞാൻ ഒരു ഉയർച്ച തരികയില്ല. നീ എന്റെ വേല ചെയ്യണം. നീ എനിക്കുള്ളവനാ. മരണത്തിൽ നിന്ന് വിടുവിച്ചത് ഞാനാണെങ്കിൽ നീ എന്റെ പാദപീഠത്തിൽ വരാതെ നിനക്കൊരു ഉയർച്ച തരികയില്ലെന്ന് വ്യക്തമായി സ്വർഗം എന്നോട് സംസാരിച്ചു. വേറെ ഒരു മനുഷ്യരിൽ കൂടെ ഞാൻ കേട്ടതല്ല. ദൈവം എന്നോട് സംസാരിച്ച ആ ഇമ്പസ്വരം ഞാൻ കേട്ടത്. എന്നെ കൊണ്ടുപോയ എന്റെ സഹോദരനോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. എനിക്ക് പോകണം. അങ്ങനെ 2006 ഇന്ത്യ ബൈബിൾ കോളേജിൽ ആൻഡ് സെമിനാരി കുമ്പനാട് ദൈവവചനം പഠിക്കുവാൻ ചെന്നു. എന്റെ ബാങ്ക് ബാലൻസ് അന്ന് 5000 രൂപയായിരുന്നു. ആ 5000 രൂപ എടുത്ത് ഫീസും കൊടുത്തു, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു. എന്നെ 0 ആക്കി. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ എന്റെ പ്രേക്ഷകരോട്, ദൈവം കണ്ട ഒരുവനെ, ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ, ദൈവം മാർവോടണച്ച ഒരു വ്യക്തിയെ ദൈവസന്നിധിയിൽ വരാതെ ലോകത്തിന്റെ പിറകെ ഓടി നടക്കുകയാണെങ്കിൽ ഇന്ന് പകല് ഈ സാക്ഷ്യം കേൾക്കുന്ന ശ്രോതാക്കളോട് പറയുവാനുള്ളത്, അനർത്ഥം അതിവസര ഹേതുവാകുന്നതിനു മുമ്പേ മടങ്ങി വരുവാനുള്ള ഒരു ദൈവിക ആലോചന എന്നതുപോലെ ശ്രോതാക്കൾ അത് ഏറ്റെടുക്കണം. ക്രൈസ്തലോട് മരണപ്പെട്ട എന്നെ ജീവൻ തന്ന് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എന്റെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് എന്നെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയും. പല പരിഹാസങ്ങളും പല നിന്ദകളും പല ദൂഷികളും ഞാൻ കേട്ടതാ. പക്ഷേ എനിക്ക് വേണ്ടി എന്റെ യേശു എന്തുമാത്രം ഉപദ്രവം സഹിച്ചു, എന്തുമാത്രം വേദന സഹിച്ചു, എന്തുമാത്രം ചാട്ടവാറ് അടിയേറ്റു. അവന്റെ രക്തത്തിന്റെ വിലയാണെന്ന് ഇന്നു പകലു ഒരിക്കൽ കൂടി വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഈ സന്ധ്യാവേളയിൽ ഒരുക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ചലനമറ്റ് കിടന്ന് എന്റെ നാവിന്മേൽ ചലിപ്പിക്കുന്ന ഒരു നാവാക്കി എന്റെ ദൈവം തീർത്തു എങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, ദൈവത്തിന്റെ പാത വിട്ടു മാറിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വഴി വിട്ടു മാറിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ഒരു ആലോചനയാ. യോവേലിന്റെ പുസ്തകത്തിൽ പറയുന്നത്, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും വിലാപത്തോടും അനുതാപത്തോടും ഒന്ന് മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടതിന് മടക്കി തരാമെന്ന് സ്വർഗം പറഞ്ഞിട്ടുള്ളത്. ആ നഷ്ടപ്പെട്ടത് എന്താണോ, എവിടെയാണോ, എങ്ങനെയാണോ, ഇന്ന് രാത്രി സ്വർഗം അത് മടക്കി തരുന്ന ദൈവമാണ് എന്ന് വ്യക്തമായി ഞാൻ വിളിച്ചു പറയാം. കാരണം അത് അനുഭവിച്ച ഒരു വ്യക്തിക്ക് അതിന്റെ മാഹാത്മ്യം മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വെട്ടിക്കിളിയും തുള്ളലും പച്ചപ്പുഴും നശിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഒരു മടങ്ങി വരവിന് വേണ്ടിയാ. 85-ാം സങ്കീർത്തനം പറയുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നെ കേൾക്കുന്ന അരോമ TV ശ്രോതാക്കളെ, ഇന്ന് സന്ധ്യാവേളയില് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. അനർത്ഥം വ്യസന ഹേതുവാകുന്നതിന് മുമ്പേ സ്വർഗത്തിന്റെ കോളിങ്ങ, മടങ്ങി വാ. സ്വർഗം എന്നെ മടക്കി വരുത്തിയത് കൊണ്ടാ ഇന്ന് ഇത്രയും ധൈര്യത്തോടും ആത്മാർത്ഥതയോടും ഉത്സാഹത്തോടും എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് വിളിച്ചു പറയുന്നത്, ഒന്ന് മടങ്ങി വന്നാൽ പലരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സ്വർഗം മടക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഞാന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം എന്റെ മോള് നേഴ്സിങ്ങിന് ഞാന് ഒറ്റ സെമസ്റ്ററേ ആയിട്ടുള്ളൂ. കയ്യിലൊന്നുമില്ല, പൈസയില്ല. എന്റെ പ്രിയപ്പെട്ടവള്, അവക്കൊരു ഗവൺമെന്റ് സ്റ്റാഫാണ്. അത് ഹാൻഡിക്യാപ്ഡ് എംപ്ലോയ്മെന്റ്
ഇതിൽ കിട്ടിയതാണ്. അങ്ങനെ ജോലി ചെയ്യുന്നു. ഞങ്ങള് ദൈവകൃപയാൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും അതിനുള്ള വക സ്വർഗത്തിലെ ദൈവം തന്നു. പക്ഷേ ആരോടും ഒന്നും പറയാതെ ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവം സ്വർഗം തന്ന നന്മ അല്ലാതെ ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഒന്ന് പറയട്ടെ, സ്വർഗം തന്ന നന്മയാ. എന്റെ മോടെ 4 വർഷം പഠനം കഴിഞ്ഞു, എന്റെ മോടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ ഈ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. TV ശ്രോതാക്കളെ, ദൈവം വിശ്വസ്തന. അവൻ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ വഴിയിൽ വെച്ചിട്ടേച്ചു പോകുന്ന ദൈവമല്ല. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ജീവൻ ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പൊ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. അതിന്റെ കാരണം എന്ത് ചോദിച്ചാൽ, ന്യായാധിപന്മാർ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദൈവത്തിന് ഹിതമല്ലാത്തൊരു ഇസ്രായേൽ ജനം ചെയ്തത് കൊണ്ട് അവരെ മിദ്യാനരെ ഏൽപ്പിച്ചു. ദൈവത്തിന് ഹിതമല്ലാത്തത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നു രാത്രി ഒരു വലിയൊരു മുന്നറിയിപ്പായി സ്വർഗത്തിലെ ദൈവം പറയുന്നു, മടങ്ങി വരണേ, മടങ്ങി വരണേ. മടങ്ങി വന്നാൽ നീ മാത്രമല്ല, നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ ദേശം മാത്രമല്ല, നിന്റെ ഭവനം മാത്രമല്ല, നിനക്കുള്ളവരെല്ലാം ഈ സത്യ യേശുവിനെ കാണുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സംരംഭവാസിനെ ആയിത്തീരണമെന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ച എന്റെ ജീവൻ തന്ന് എന്നെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന് സൗരഭ്യവാസനയാകുവാനാ. ഞാൻ ഒരു വചനം കൂടെ ദൈവദാസനെ ഒന്ന് വായിക്കുന്ന 2 കൊരിന്ത്യർ ലേഖനം. ഈ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എങ്ങനെ? 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു ഘട്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള ഘട്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഘട്ടമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് പട്ടിണി ഇല്ലാഞ്ഞിട്ടല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ അവന്റെ സ്വർഗീയ ആശ്വാസവും ഞങ്ങളിൽ പെരുകുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയില് ഈ സത്യവചനം വിളിച്ചു പറയുന്നത്, എന്റെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ വഴിയിൽ വെച്ചിട്ടേച്ചു പോകുന്ന ദൈവമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൂണയിലാകുന്നിടം വരെയും ദൈവം ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം അവനെ അയച്ചു വിട്ടുകൊണ്ടിരിക്കും. എന്റെ വീട് പമ്പാ നദിയുടെ തീരത്താണ്. എനിക്കത് വല വീശാനും ചൂണ്ടയിടുവാനും ഒക്കെ എനിക്കറിയാം. ഈ ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയിൽ ഒരു മീൻ കൊത്തിയാൽ പെട്ടെന്ന് അതിനെ വലിച്ചു കയറ്റത്തില്ല. പിതുക്കെ നൂല് ഇങ്ങനെ അയച്ചു വിട്ടുകൊണ്ടിരിക്കും, വീണ്ടും പിടിക്കും, വീണ്ടും അയച്ചു വിട്ടുകൊണ്ടിരിക്കും. ലാസ്റ്റിൽ ഈ മീൻ അങ്ങ് മലക്കും. അവൻ ക്ഷീണിച്ച് അങ്ങനെ നമ്മൾ പിടിച്ചൊരു വലി കൊടുക്കുമ്പോൾ അവന്റെ വായിക്കകത്തൂടെ ചൂണ്ട കയറി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നത് പോലെ ഇന്ന് പകല് ഹല്ലേലൂയ ശ്രോതാക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം ഭാരമാകുന്നതിന് മുമ്പ് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ അരുളപ്പാട ചൂണ്ട നൂലയച്ചു വിട്ടുകൊടുക്കുന്നത് പോലെ തന്നെ അയച്ചു വിട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഇപ്പം പറയും, ദൈവത്താൽ
ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. പക്ഷേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്നിൽ പെരുകുന്നത് പോലെ തന്നെ അവന്റെ ആശ്വാസവും ഞങ്ങളിൽ പെരുകുന്നത് കൊണ്ട് തന്നെ ഇന്ന് പകല് വിളിച്ചു പറയുന്നത്, ഈ എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. എന്നെങ്കിലും ദൈവത്തിന് പദ്ധതി ഉള്ള വ്യക്തിയെ, ദൈവത്തിന് തിരഞ്ഞെടുപ്പുള്ള വ്യക്തിയെ, ദൈവം ആഗ്രഹിച്ച വ്യക്തിയെ ദൈവ വഴി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു ദിവസം ചൂണ്ടൽ കോർത്ത് ദൈവത്തിന്റെ പാദപീഠത്തിൽ വരും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കരം നിങ്ങൾക്കധികം ഭാരമാകരുത്, പിടിവെപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യാവേളയിൽ എന്നെ വീണ്ടെടുത്ത ഒരു ദൈവത്തിന്റെ കരുണ, എന്നെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ദയ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുക. എന്റെ ഈ തല, എനിക്ക് തലയൊട്ടിയില്ല ദൈവാസനെ, എനിക്ക് ഇത്രയും ഭാഗം വലിയൊരു കുഴിയാ. 68 സ്റ്റിച്ചാണ് എന്റെ തല. ആ തൊലി സ്കിന്നുകൊണ്ട് ആവരണം ചെയ്തിരിക്കുക. പക്ഷേ ഈ തലയില്ലാത്ത എന്നെ, തലയോട്ടിയില്ലാത്ത എന്നെ എന്റെ ദൈവം എത്രത്തോളം മാനിച്ചുവെങ്കിൽ മേലാലും മാനിപ്പാൻ എന്റെ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 68 സ്റ്റിച്ചാണ് എന്റെ തലയ്ക്ക് വീണിരിക്കുന്നത്. പലരും പറഞ്ഞു നടക്കത്തില്ല, പലരും പറഞ്ഞു സംസാരിക്കത്തില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എന്റെ ദൈവം വിശ്വസ്തനാ. എനിക്ക് ചലനമറ്റ കിടന്ന് എന്റെ നാവിന്മേൽ ചലിക്കുന്ന നാവാക്കി എന്റെ സ്വർഗം തീർത്തുവെങ്കിൽ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വളരെ മാൻപേടേക്കാൾ തുല്യമായി എന്നെ നിർത്തുന്ന ഉന്നത ഗിരിയിൽ എന്നെ നിർത്തുന്ന ദൈവം, അവൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു ആത്മീയ ഗുരുവായ ഒരു കർത്തൃദാസൻ ഒരു സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, കാര്യത്തോട്ട ദേശത്ത് ഒരു ചെറിയ പൈനർ വർക്ക് ചെയ്യണമെന്ന്. ഞാന് വിസമ്മതിച്ചില്ല. എന്റെ കൂടെ എന്റെ ഒരു പ്രിയ ദൈവദാസനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കാര്യത്തോട്ട ദേശമെല്ലാം ഞങ്ങൾ പോയി കർത്താവിന്റെ വചനം സംസാരിച്ചു. കർത്താവ് പല വീടുകളിലും പോയി പല വ്യക്തികളോടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളും കേറി മലകൾ താണ്ടി താഴ്വരകൾ താണ്ടി നടന്നപ്പോൾ 98 എനിക്ക് തന്ന ദർശനം അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയെന്ന് അന്ന് ഞാൻ കരുതി. കാരണം എനിക്ക് ദൈവം തന്ന ദേശമാ കാര്യത്തോട്ട ദേശം. പ്രൈസ് ദി ലോർഡ്. ആ കാര്യത്തോട്ട ദേശത്ത് ഇന്ന് ദൈവസഭയുടെ IPC ദൈവസഭയുടെ കുമ്പനാട് സെന്ററിന്റെ ഒരു ലോക്കൽ സഭയായി സ്വർഗത്തിലെ ദൈവം മാറ്റിയെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാ. അല്ലെങ്കിൽ അവര് ആ ദേശത്ത് വേല ചെയ്ത പലരും വിട്ടിട്ട് പോയി, പല കർത്തൃദാസരും അവിടെ വേറെ സ്ഥലത്ത് പോയി. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാ. എനിക്ക് ദർശനം തന്നതാ. വേറെ ആർക്കുമല്ല ദർശനം കൊടുത്തത്, എനിക്ക് ദർശനം തന്നതാ. ഈ തലയില്ലാത്ത എന്നെ, ബുദ്ധിഹീനനായ എന്നെ, അല്ലെങ്കിൽ സംസാര ശേഷി നഷ്ടപ്പെട്ട എന്നെ, ഒരു സൈഡ് പാരലൈസ് ആയി എന്നെ എന്റെ ദൈവം മാനിച്ചു എങ്കില്, അവന്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചു എങ്കില്, ഹല്ലേലൂയ സ്തോത്രം. എന്റെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ ഇത് കട്ട് ചെയ്ത് പോകരുത്. ഇന്ന് നിങ്ങൾക്ക് ഒരു കോളിംഗ് വരുമ്പോൾ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ചുമല് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുക്കമാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണെന്ന് ഈ സന്ധ്യാവേളയിൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കാര്യത്തോട്ട ദേശത്ത് ഒരു ചെറിയ സഭയായി ദൈവത്തെ ആരാധിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കുമ്പനാട് സെന്ററിന്റെ ഒരു ലോക്കൽ സഭ, IPC കാര്യത്തോട്ട കർമ്മേൽ കാര്യത്തോട്ട സഭ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. ആ ദേശത്ത് ഒരു വലിയൊരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിച്ചതാ. ആ ദേശത്ത് ചിലരെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കുവാൻ
സ്വർഗത്തിലെ ദൈവം എന്നെ ഒരുക്കട്ടെ. കാരണം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവനാണ് ഞാൻ. പക്ഷേ എന്റെ ദൈവം എന്റെ നാവിന്മേലുണ്ടെങ്കിൽ, എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ എനിക്ക് മുട്ടിന്മേൽ യൂണിവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ലോകപരമായ വലിയ വിദ്യാഭ്യാസമില്ല ദൈവാസനെ, പക്ഷെ ഒന്നുണ്ട്, മുട്ടിന്മേൽ യൂണിവേഴ്സിറ്റിയുടെ ഹല്ലേലൂയ ആ കൃപ എനിക്കുള്ളത് കൊണ്ട് ഇന്ന് സന്ധ്യാവേളയിലും എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞാന് ആ സഭയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ ദൈവപാദപീഠത്തിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, ഇനി ഞാന് ലോകത്തിന്റെ ജോലിക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് റോമാലേഖനം 12-ാം അധ്യായം പറയുന്നു, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന്റെ ജീവിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ലോകത്തിന് അനുരൂപമാകേണ്ട ഒരു ദൈവ ജനത്തിന് രണ്ട് തോണിയിൽ കാല് ചവിട്ടുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ ജനമാ, വീണ്ടെടുക്കപ്പെട്ട ജനമാ, ദൈവം വിളിച്ചു വേർതിരിച്ച ജനമാ, ദൈവം സ്നേഹിക്കുന്ന ജനമാ. അങ്ങനെയെങ്കിൽ ദൈവത്തിനു വേണ്ടി ജനം വേർതിരിയട്ടെ. എന്നെ എന്റെ ദൈവം വേർതിരിച്ചുവെങ്കിൽ, എന്നെ എടുത്ത് ഉപയോഗിക്കുന്നുവെങ്കിൽ, അനേകര്, ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകര് ദൈവത്തിനു വേണ്ടി വേർതിരിയട്ടെ. യോന ദൈവം ദർശനം കൊടുത്തു, പക്ഷെ യോന അനുസരണക്കേട് കാണിച്ചു. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദർശനമുള്ളവൻ ഏത് കപ്പലെ കയറിയാലും ആ കപ്പലും മുങ്ങുമെന്ന്. ദൈവദാസനെ, ഞാന് പല ബിസിനസ് ഞാൻ ചെയ്തതാ. കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ പൈസ ഉണ്ടായിരുന്നു, ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ബാങ്ക് ബാലൻസ് അല്ല എന്നെ നിർത്തിയത്. എന്നെ സീറോയാക്കിയ ശേഷം കർത്താവ് 1 എന്ന് പറഞ്ഞ് എന്റെ ദൈവം തുടങ്ങിയതാ. പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെയും എന്റെ ദൈവം വിശ്വസ്തനാ. എന്റെ മോന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, അബ്നോർമൽ ആയിരുന്നു. ഇന്ന് 31 വയസ്സുണ്ട്. എന്റെ മോന് ഇന്നൊരു പ്രാർത്ഥനാ വീരനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംസാരശേഷി നഷ്ടപ്പെട്ടതാ. മരുഭൂമിയുടെ മണലാരണ്യത്തിൽ എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ മല്ലടിച്ചു, കർത്താവേ, എന്റെ കുഞ്ഞിന്റെ സംസാരം എനിക്ക് നടക്കി തരണമെന്ന്. ഹല്ലേലൂയ. അനേകര് ഇവൻ മന്ദബുദ്ധിയെന്ന് വിധി എഴുതിയതാ. പക്ഷേ എനിക്ക് തന്ന ആ ഹീനപാത്രത്തെ മാനപാത്രമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നു. അവന് ആറാട്ടുപുഴ IPC എബനെ സഭയില് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാണ്. ആ സഭയില് പ്രാർത്ഥനയ്ക്കും മറ്റുള്ള കാര്യത്തിനും സഭയുടെ കാര്യത്തിനും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പൈതലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങള് അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചിട്ട് അല്ലെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചതഞ്ഞ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്ത് കളയുകയില്ല, അവൻ ന്യായവിധി ജയത്തോളം നടത്തും. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലോ നശിച്ചു പോകുന്നവരുടെ ഇടയിലോ സൗരഭ്യവാസനയാകുന്നത് എങ്ങനെ ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ കഷ്ടം എന്നിൽ പെരുകുന്നത് പോലെ തന്നെ
ക്രിസ്തുവിന്റെ ആശ്വാസവും എന്നിൽ പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം കൂടെ ഹല്ലേലൂയ ഈ സാക്ഷ്യത്തിൽ കൂടെ ഞാനൊന്ന് ചേർക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു എന്നെ പഠിപ്പിച്ചത്, മകനെ, ഈ സൗരഭ്യവാസന നീ ആകേണ്ടത് എങ്ങനെ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാതെ സ്തെഫാനോസ് ജനത്തോട് ഇരുവിട്ടപ്പോൾ സത്യവചനം സത്യമായി അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ കോപപരവശരായി തീർന്നു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവൻ ആക്രോശിച്ചു. അവന് കല്ലേറേറ്റപ്പോൾ അവന്റെ വസ്ത്രം സൂക്ഷിച്ച് കാവൽ ചെയ്തുകൊണ്ടിരുന്ന ശൗലും അതിനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കല്ലേറ് കൊള്ളുമ്പോഴും അവൻ സ്വർഗത്തിലേക്ക് നോക്കി. പിതാവിന്റെ വലത്തു ഭാഗത്ത് പുത്രൻ എന്റെ യേശു എഴുന്നേറ്റ് നിൽക്കുന്നതായി സ്തെഫാനോസ് കണ്ടുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, കല്ലേറ് ഒരു സൗരഭ്യവാസനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. രക്തച്ചൊരിച്ചില് ഒരു സൗരഭ്യവാസന. ഈ സൗരഭ്യവാസന ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നേടുവാൻ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന് സൗരഭ്യവാസനാകേണ്ടതിന് ഈ രാത്രിയും എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്നുവരെയും ഈ സംസാരശേഷി ഇല്ലാത്ത ഒരുവനെ, തലയിൽ പകുതിയുള്ള ഒരുവനെ, മരിച്ച് വീട്ടിൽ കട്ടിലിൽ വെള്ളം വിരിച്ച ഒരു വ്യക്തിയെ, വീട്ടിൽ പന്തലിട്ട വ്യക്തിയെ എന്നെ മാറ്റി മറിച്ച് എന്റെ ദൈവത്തിന്റെ ഒരു വേലക്കാരനായി മാറ്റിയെങ്കിൽ ഇത് അനേകർക്കുള്ള ഒരു സ്വർഗീയ വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന അരോമ TV ശ്രോതാക്കളെ, ഞങ്ങള് ഇത് അനുഭവിക്കുന്നത് ക്രിസ്തീയ സന്തോഷമാണ്, ഒരു ആനന്ദമാണ്. പലരും പറയും, നിങ്ങൾക്കെങ്കിലും വേറെ ജോലി ഇല്ലല്ലോ, ജോലി ഇല്ലാഞ്ഞിട്ടാണോ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുവാണോ എന്നൊക്കെ ചോദിക്കുക. അല്ല, ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയാകുവാൻ, ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനയാകുവാൻ, കാര്യത്തോട്ട ദേശത്ത് ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ഈ സംസാരശേഷി നഷ്ടപ്പെട്ടവനെ സ്വർഗം ഉയർപ്പിച്ചുവെങ്കിൽ TV ശ്രോതാക്കളെ, നിങ്ങളും ഭയപ്പെടാതെ ക്രിസ്തുവിന് വേണ്ടി മുന്നിട്ടിറങ്ങുവാൻ ദൈവം ഇന്ന് പകൽ ഈ സന്ധ്യാവേളയിൽ ആഹ്വാനം ചെയ്യുക. ഒരു ദൂതായി, ഒരു അരുളപ്പാടായി നിങ്ങൾ അത് ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും, നിങ്ങളുടെ തലമുറകൾക്കും, നിങ്ങളുടെ ദേശത്തിനും, നിങ്ങളുടെ ആർക്കെല്ലാം വേണ്ടി, ആർക്കെല്ലാമോ അവർക്കെല്ലാം ദൈവത്തിന്റെ നീതിയുടെ കരം നീട്ടുമെന്ന് ഉള്ള കാര്യത്തിൽ സംശയമില്ല. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുക. ഈ സന്ധ്യാവേളയും എന്നെ ഒരുക്കുന്നു. അരോമ TV പ്രേക്ഷകരും ദൈവദാസൻ കുടുംബം എന്നെയും എന്റെ കുടുംബത്തെയും ഓർത്തു പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എന്റെ മകന്റെ പേര് ഒന്നുകൂടെ പറയാം, വിനീത് എബ്രഹാം. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്റെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ കാര്യത്തോട്ട ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ NJ എബ്രഹാം. ദൈവത്തിൻ്റെ അത്ഭുത വഴികളെക്കുറിച്ച് പറയുക മാത്രമല്ല, അത് അനുഭവിച്ചറിഞ്ഞ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് വെളിപ്പെടുത്തുവാൻ, ജീവിച്ചിരിക്കുന്ന അത്ഭുത സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ആയുസ്സിൽ കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യത്തിൽ നേരിട്ടതായ ഭയങ്കരമായ ആ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം കേട്ടപ്പോൾ ഇന്ന് ഇങ്ങനെ ഇരുന്ന ഒരു സാക്ഷ്യം പറയുവാൻ ഒരാൾ ഉണ്ടെന്നുള്ളത് തന്നെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ സാക്ഷ്യമാണ്. സ്തോത്രം. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും, ലാസറിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ പുറത്തു കൊണ്ടുവരുന്ന
ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ്. തലയോട്ടിയുടെ പകുതി ഭാഗവും ഇല്ല. വൈദ്യശാസ്ത്രപ്രകാരം മരണം വിധി എഴുതി, ഡോക്ടർമാർ കൈയൊഴിഞ്ഞു, സ്ട്രക്ചറിൽ കിടത്തി, വീട്ടിൽ പന്തലിട്ട് വെള്ള വിരിച്ച കട്ടിലൊരുക്കി മരണം സ്ഥിരീകരിച്ച ആ നിമിഷങ്ങളും ദിവസങ്ങളും നാട്ടുകാരും വീട്ടുകാരും ബോഡി കൊണ്ടുവരുന്നത് കാത്തിരിക്കുമ്പോൾ, അതെ, അവരുടെ കണ്ണിന് മുൻപിൽ ഇന്നും ജീവിക്കുന്ന ഒരു സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നത് എത്ര ഭയങ്കരമാണ്, അവർണ്ണനീയമാണ്. കേൾക്കുന്നവർക്കല്ല, അനുഭവിക്കുന്ന വ്യക്തിക്കാണ് അതിൻ്റെ സന്തോഷം. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ വീട്ടുകാർക്കോ സ്വന്തക്കാർക്കോ ഒന്നും ഈ സന്തോഷം അത്രത്തോളം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പാസ്റ്റർ എൻ ജെ എബ്രഹാമിൻ്റെ ജീവിതത്തിലുള്ള ആ സന്തോഷവും അവർണ്ണനീയമായ ആ കടന്നുപോയ ഭയങ്കരമായ ആ നിമിഷങ്ങളും അത് ശരിക്കും മരണത്തിൽ നിന്നും ജീവങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതവും കുടുംബജീവിതവും മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദേവദാസൻ്റെ പ്രവർത്തന മേഖലയിൽ കർത്താവ് പുതിയ വഴികളെ ഒക്കെ തുറക്കേണ്ടതിന് പ്രവർത്തനത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും ആമേൻ ആയുസ്സും ആരോഗ്യ അവസരങ്ങളും കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കൾ ഈ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം പ്രാർത്ഥന നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഈ സന്ധ്യാവേളയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് സന്ധ്യാവേളയിൽ ഞങ്ങൾ അരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ചൊരിഞ്ഞ ഇവിടെ പറഞ്ഞ സാക്ഷ്യം ഒരു സാക്ഷ്യം മറ്റുള്ള സാക്ഷ്യം ഉളവാക്കേണ്ടതിന് ഇന്ന് പകൽ നിന്റെ ശക്തി തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഒരു വിടുതലിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഒരു ദൈവിക കൃപ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ഒരു ടച്ചിങ്, ഒരു ഹല്ലേലൂയ, ഒരു കരസ്പർശനം തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വ്യാകുലത്തില്, പ്രയാസത്തില്, ബുദ്ധിമുട്ടില്, വേദനയിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതിനെ വിടുവിച്ചതുപോലെ അവരെ സ്വർഗം വിടുവിക്കണം. ഞങ്ങളുടെ കർത്തദാസൻ ദാനിയേൽ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി മാതൃക പരമായി ജീവിപ്പാൻ, മാതൃക യേശുവിനെ ഉയർത്തി കാണിപ്പാൻ ഈ ടിവിയിൽ കൂടെ അനേകർക്ക് ഈ സൗരഭ്യവാസനയാകുവാൻ സ്വർഗത്തിലെ ദൈവമേ തന്റെ മകനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവിന്, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൻ ജെ എബ്രഹാം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമായി നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്.
ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com